മന്ത്രി ഗണേഷ് കുമാറിനെ ഒടുവിൽ പിണറായി വിജയൻ സംരക്ഷിച്ചു. തെരഞ്ഞെടുപ്പ് സമയമാണ്. ആ സംരക്ഷണത്തിന് പിന്നിൽ ഒരു വർഗീയ പ്രീണനം തന്നെയില്ലേ? അത് ശരിക്കും പറഞ്ഞാൽ രസകരമായൊരു ചോദ്യമാണ്. ഗണേഷ് കുമാർ എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര ഗണപതിയുടെ നാട്ടിലുള്ള ഒരു പലപ്പോഴും സിന്ദൂരെ പൂട്ടുകൊള്ളുന്ന ഒരു ഹിന്ദു വിശ്വാസി. ആ ഹിന്ദു മതത്തിൽ ജനിച്ചയാള്, വിശ്വാസി ഞാൻ പറയുന്നില്ല. അങ്ങനെ ആയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പ്രീണിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഹിന്ദുക്കളെ പ്രീണിപ്പിക്കുന്ന, ഹിന്ദുവിനെ കള്ളത്തരത്തിൽ പ്രീണിപ്പിക്കാൻ വേണ്ടി പിണറായി പലതും നോക്കുന്നുണ്ടെങ്കിലും പിണറായി വിജയൻ്റെ ഈ പരിശ്രമം അതിനാണെന്ന് തോന്നുന്നില്ല. അതിൻ്റെ കാരണത്തിലേക്ക് വരുമ്പോഴാണ് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ഒരു വാർത്ത നമുക്ക് നോക്കേണ്ടി വരുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് പെൻഡക്കോസ്റ്റൽ ടു ബി ആൻ ഒഫീഷ്യൽ ക്രിസ്ത്യൻ സെക്ട്. പ്രത്യേക പെൻഡക്കോസ്റ്റ് വിഭാഗത്തെ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ ഒരു പ്രത്യേക സെക്റ്റ് ആക്കിയിട്ട്, അതായത് ഇപ്പം ഒരാൾ ചെന്നിട്ട് അവർ തന്നെ പറയുന്നതാണ്, ഈ വാർത്ത തന്നെയുള്ളതാണ്, ഒരു കത്തോലിക് ക്രിസ്ത്യൻ ചെന്നിട്ട് ഒരു ജാതി സർട്ടിഫിക്കറ്റിന് മത സർട്ടിഫിക്കറ്റ് ചെന്ന് കഴിഞ്ഞാൽ കത്തോലിക് ക്രിസ്ത്യൻ എന്നും, മർത്തോമാക്കാരൻ ചെന്നാൽ മർത്തോമാക്കാരനെന്നും, യാക്കോബക്കാരൻ ചെന്നാൽ യാക്കോബക്കാരെന്നും സർട്ടിഫിക്കറ്റ് കിട്ടുന്ന പോലെ പെന്റിക്കോസ്റ്റൽ വിഭാഗത്തിൽപ്പെട്ടവരെ പ്രത്യേകിച്ച് ആ പേരും കൊടുത്ത് അവരെ അങ്ങനങ്ങ് മാറ്റി ഒരു പ്രത്യേക വിഭാഗമായി ട്രീറ്റ് ചെയ്തിട്ട് അവർക്കും ചില ആനുകൂല്യങ്ങളൊക്കെ നാളെ മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന പരിസ്ഥിതി ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ പുതിയ ഓഫറിൻ്റെ കാതൽ. ഇതിനെ നമ്മൾ കൂട്ടി വായിക്കേണ്ടത്, കേരളത്തിലെ എല്ലാവരും അറിയാവുന്ന പോലെ നായർ സർവീസ് സൊസൈറ്റിയുടെ ഡയറക്ടർ ബോർഡിലാണെങ്കിൽ പോലും ഞാനൊരു പെന്റിക്കോസ്റ്റൽ വിശ്വാസിയാണെന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള കൺവെർട്ടഡ് ക്രിസ്ത്യൻ പെന്റക്കോസ്റ്റ് വിഭാഗക്കാരനാണ് ഗണേഷ് കുമാർ. ഗണേഷ് കുമാറുടെ ഭാര്യ ബിന്ദു മേനോനും പറഞ്ഞത്, എൻ്റെ കയ്യിൽ യേശുവിൻ്റെ പച്ച കുത്തിയിട്ടുള്ളത് കൊണ്ട് ഞാൻ ഗണേഷിനെതിരെ കേസിന് പോകില്ല, ക്ഷമിക്കലാണ് എൻ്റെ വിശ്വാസമെന്ന, എൻ്റെ വിശ്വാസം പഠിപ്പിച്ചതെന്ന. ചുരുക്കത്തിൽ രണ്ടുപേരും പെന്റിക്കോസ്റ്റുകാരായി കഴിഞ്ഞവരാ. ആ വിഭാഗത്തിന് പുതിയൊരാനുകൂല്യം ഇന്നലെ തന്നെ ഒരു വഴിക്ക് ഗണേഷ് കുമാറിന്റെ പുറത്തെട്ടി പോകാനെ സാരമില്ല, നിന്റെ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് ഒരു സംസ്ഥാന മന്ത്രിയിൽ നിന്നല്ല, ഒരു സാധാരണ വ്യക്തിയിൽ നിന്ന് പോലും സംസ്കാരമുള്ള ഒരു സമൂഹം ഒരിക്കലും പൊറുക്കില്ലാത്ത തെറ്റ് ചെയ്തതിന് പിടിക്കപ്പെട്ട ഗണേഷ് കുമാറിനെ രാജിവെക്കണ്ട എന്ന സാന്ത്വനം പറഞ്ഞു കൊടുത്ത പിണറായി വിജയൻ അതേ ദിവസം തന്നെയാണ് ഈ പെന്റിക്കോസ്റ്റ് വിഭാഗത്തിനെ ഈ പ്രത്യേക ആനുകൂല്യം ഓഫർ ചെയ്തിരിക്കുന്നത്. കൂട്ടി വായിക്കണം. എങ്ങനെ വായിക്കാൻ പറ്റും? അത് കൂട്ടി വായിച്ചു തീരും. ഞാൻ ഒരു കാര്യം പറയാം. ഗണേഷ് കുമാറിന് കേരളത്തിൽ എത്ര സീറ്റ് സ്വാധീനമുണ്ട്? സാധാരണഗതിയിൽ ആലോചിച്ച് എത്ര സീറ്റ് സ്വാധീനമുണ്ട്? കേരള കോൺഗ്രസ് ബി എന്ന് പറയുന്നത് പത്തനാപുരം അല്ലെങ്കിൽ കൊട്ടാരക്കര, കൂടിപ്പോയ കൊട്ടാരക്കര. കൊട്ടാരക്കരയിൽ ആ സ്വാധീനം ഇപ്പൊ ഇല്ലെന്നാണ്. ഇല്ല, പഴയ സ്വാധീനമില്ല. ഇലക്ഷൻ എന്നാൽ അല്പം വേരുകൾ കിടക്കുന്നു. ഉണ്ട്. ഈ 2 സീറ്റിന് വേണ്ടി, ഈ 140 സീറ്റിനകത്ത് 2 സീറ്റിന് വേണ്ടിയിട്ട് ഇതുപോലൊരു കൊടും തെറ്റ് ചെയ്തയാളിനെ, ആ തെറ്റ് ചെയ്തയാളിനെ സംരക്ഷിക്കാൻ വേണ്ടി പിണറായി തയ്യാറാവുമോ? ഞാൻ അങ്ങോട്ട് ചോദിക്കണം. ഇന്നലെ പിണറായി പറയുകയാണ്, പണ്ട് ഉമ്മൻചാണ്ടി ചെയ്തതുപോലെ കടക്ക് പുറത്തുനിന്ന് ഗണേശനോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയാം, കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും 1000 വോട്ടെങ്കിലും വീതം ആ പേര് പറഞ്ഞ് പിണറായിക്ക് കിട്ടുമായിരുന്നു. പക്ഷെ അതിൽ കൂടുതൽ നേട്ടം ഉണ്ടെന്ന് കരുതിയാണ് പിണറായി ചെയ്തത്. അപ്പം പിണറായി ചെയ്തത് ഗണേഷിനെ സഹായിച്ച്, ഗണേഷ് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, എന്തെല്ലാം അഹങ്കാരം പറഞ്ഞാലും ഈ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരംകാര് മനുഷ്യപ്പറ്റുള്ളവരാണെങ്കിൽ ഈ ഗണേഷ് കുമാറിനെ അവിടെ നിന്ന് ജയിക്കാൻ അനുവദിക്കില്ല.
അങ്ങനെ വരുമ്പോൾ പിണറായി വിജയന് കൃത്യമായും ആ ഒരു സീറ്റ് നഷ്ടപ്പെടാൻ തന്നെ പോവുക. അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇത്രയും വലിയൊരു റിസ്കിന് പിണറായി തയ്യാറായെങ്കിൽ അത് പത്തനാപുരം സീറ്റിനെ മാത്രം ലക്ഷ്യമിട്ടല്ല, കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലും മറ്റുമൊക്കെ കൂട്ടം കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ കഴിഞ്ഞുകൊണ്ട് പെന്റക്കോസ്റ്റൽ വിഭാഗങ്ങളുണ്ട്. അവരുടെ പിന്തുണ എന്ന് പറയുന്നത് മറ്റു പല നിയോജകമണ്ഡലങ്ങളിലും 5000 വോട്ട് വരെയെങ്കിലും ഒക്കെ മറിക്കുന്നതിനുള്ള സാഹചര്യമുള്ളതുമാണ്. ഇതാണ് പ്രധാനമായും ഇപ്പം രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി. അല്ല, ഈ പത്തനാപുരം മണ്ഡലത്തിൽ ബന്ധക്കോസ് വിഭാഗം വളരെ കൂടുതലാണ്. ആ മണ്ഡലത്തിലുണ്ട് ഉണ്ട് കൊട്ടാരക്കര നമുക്ക് കാണാം, അപ്പം കാണാം. ഞാൻ അതല്ല പറഞ്ഞത്, അതിനപ്പുറം പല മണ്ഡലങ്ങളിലും മധ്യ തിരുവിതാംകൂറിലെ പല മണ്ഡലങ്ങളിലും പലയിടങ്ങളിൽ നമ്മൾ പറയുന്നില്ല. ഈ ക്രിപ്റ്റോക്രിസ്റ്റൻസ് എന്ന് പറയുന്ന പോലെ കൺവെർട്ട് ചെയ്തവർ പോലും പറയുന്നില്ല, കൺവെർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നില്ല. ഇപ്പൊ കൊടിക്കുന്നിൽ സുരേഷ് കൺവെർട്ട് ചെയ്ത ആളാണ്, പക്ഷെ അവർ പറയുന്നില്ല. ഇപ്പോഴവർക്ക് പുതിയൊരു സാഹചര്യം വരികയാണ്. എങ്കിലും വിശ്വാസം കൊണ്ട് അവര് പെന്തിക്കോസുകാരാണ്. ഇതിനകത്തെ ഏറ്റവും രസകരമായ സംഗതി എന്ന് പറയുന്നത് ഇത് കേവലം വോട്ട് കിട്ടാനുള്ളൊരു കളി മാത്രമല്ല, മറിച്ച് കേരളത്തിലെ ക്രിസ്ത്യൻ ജനസമൂഹത്തിനോടുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ദൈവവിശ്വാസത്തിനും മതവിശ്വാസത്തിനും യേശുവിനും കൃഷ്ണനും നബിക്കും എല്ലാം എതിരാണെന്ന് ഉറപ്പിച്ചു പറയാവുന്ന ഈ പിണറായി വിജയന്റെ രാഷ്ട്രീയം കൊണ്ടുവന്നിരിക്കുന്ന നടപടിക്രമം കാരണം ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ ഭിന്നത വളർത്തണം. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഒരു ഹിന്ദു പെന്തക്കോസ്ത് ആകുന്ന പോലെ അല്ല, ഗണേശ് പെന്തക്കോസ്ത് ആകുന്ന പോലെ അല്ല, റോഷി അഗസ്റ്റിൻ പെന്തക്കോസ്ത് ആയി കഴിഞ്ഞാൽ ആ സമൂഹം അയാളെ കാണുന്നത്. നമുക്കറിയാം ആന്റോ ആന്റണി ക്രിസ്ത്യനാണെന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും ആന്റോ ആന്റണിയും അദ്ദേഹത്തിന്റെ ഭാര്യയും പെന്തക്കോസ്ത് വിഭാഗവുമായി ബന്ധപ്പെട്ടതിന്റെ പേരിലാണ് KPCC പ്രസിഡന്റ് ഇലക്ഷൻ വന്നപ്പം ആന്റോ ആന്റണിയുടെ അവസരം നഷ്ടപ്പെട്ടതും ക്രിസ്ത്യാനികൾ അതിനെതിരുന്നതും. അങ്ങനെയാണ് സണ്ണി ജോസഫിന് KPCC പ്രസിഡന്റാകാൻ പറ്റിയത്. അപ്പൊ ക്രിസ്ത്യൻ സമൂഹത്തില് അവരുടെ ഇടയിൽ നിന്ന് ഒരു മറ്റ് ഹിന്ദു, ഒരു നായർ, ഈഴവ അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദുക്കളുടെ കൂട്ടത്തുള്ള ഏതെങ്കിലും വിഭാഗത്തിൽ നമ്പൂതിരിയോ അല്ലെങ്കിൽ ഒരു ഹരിജനോ ആരെങ്കിലും ദളിതനോ ആരെങ്കിലും പെന്തക്കോസ്തയിൽ അവർക്ക് എതിർപ്പൊന്നുമില്ല. അവരൊന്ന് ചെയ്ത് പ്രദേശത്തിലോട് വിളിച്ചു കഴിഞ്ഞാൽ ഇവർ ഓക്കെ എന്ന് പറയും. പക്ഷേ ഒരു റോമൻ കത്തോലിക്കൻ, ഒരു പ്രൊട്ടസ്റ്റന്റുകാരൻ, ഒരു ഓർത്തഡോക്സുകാരൻ, ഒരു യാക്കോബക്കാരൻ, ഒരു മർത്തോമക്കാരൻ പെന്തിക്കോസ്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല, ചോദ്യങ്ങളുണ്ടാവും. പക്ഷെ ഇത് പിണറായി വിജയന്റെ രാഷ്ട്രീയമാണ്. കാരണം ഇന്ന് അമേരിക്കയിൽ മറ്റൊക്കെ പറയുന്ന ഓക്കിസം ഉണ്ടല്ലോ, അതായത് എന്തെങ്കിലും കാരണം പറഞ്ഞ് വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളെ എതിർക്കുന്നവരോടൊപ്പം നിൽക്കുക. ഇത് തുടക്കം തൊട്ടേ പരീക്ഷിച്ച സമൂഹമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ. ആദ്യം അവര് തമ്മിൽ തല്ലിച്ചത് ഹിന്ദുക്കളെയാണ്. ജാതിയുടെ പേരിൽ ഹിന്ദുക്കളെ തല്ലിച്ചതിച്ചു. ജാതിക്കെതിരെയല്ല, ജാതിക്ക് മൊത്തം എതിരെയല്ല കമ്മ്യൂണിസ്റ്റുകാരൻ പടപൊരുതിയത്. ചില ജാതികളെ കൂടെ നിർത്തിക്കൊണ്ട് മറ്റ് ജാതിക്കെതിരെ. അതുപോലെ വീടുകളില് അമ്മാവനും അനന്തരവനും തമ്മിൽ, അച്ഛനും മകനും തമ്മിൽ അടിയുണ്ടായാൽ ഇവർ എന്നിട്ട് കാരണം എന്താണേലും ഒരാളുടെ സൈഡ് പിടിക്കും, മറ്റേ ആളെ തുടക്കം. സ്ഥിരമായിട്ട് ഈ ഒരു വ്യക്തിയെ കൂടെ നിർത്തും. ഇങ്ങനെ ഭിന്നിപ്പിച്ച് കൂടെ ആക്കുക, വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്നത് ഇതായിരുന്നു. ഇതേ നടപടിക്രമമാണ് മുസ്ലിം രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ അവർ പരിശ്രമിച്ചത്. ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷൻ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ സീറ്റ് നഷ്ടപ്പെട്ടത് ആർക്കാ? 2016 ഇലക്ഷന് 18 സീറ്റ് ഉണ്ടായിരുന്ന മുസ്ലിം ലീഗിന് 14 സീറ്റായിട്ട് കുറഞ്ഞു. കാരണം മുസ്ലിം സമൂഹത്തിനിടയിൽ, മുസ്ലിം രാഷ്ട്രീയ വിശ്വാസികൾക്കിടയിൽ കൃത്യമായും ഭിന്നതയുണ്ടാക്കി. മദനിയെ പിടിച്ചെടുത്തു, PDPയെ, മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ, ജമായത്തിനെ വരെ ഇവരെയൊക്കെ പിടിച്ചെടുത്തു, ജലീലിനെ കൂടെ കൂട്ടി.
അങ്ങനെ പലതരത്തിൽ മുസ്ലിം സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കി. ആ ഭിന്നതയുടെ ഫലമായിട്ട് രാഷ്ട്രീയ നേട്ടം കൊയ്തു. അത് അവർ മനസ്സിലാക്കി ഏതാണ്ട് മുസ്ലിം കൺസോളിഡേഷൻ ഈ ഇലക്ഷൻ ഉണ്ടാവാൻ പോകുന്നു. കൂടെ കൂട്ടിയവരിൽ പലരും കൂട്ടുവിട്ട് തിരിച്ചുപോയി. ആ സാഹചര്യത്തിൽ ക്രിസ്ത്യാനിയെ എങ്ങനെ ഭിന്നിക്കണം? കെ എം മാണിയുടെ കേരള കോൺഗ്രസിനെ കൂടെ കൂട്ടിയിട്ടുണ്ട്, ജോസ് കെ മാണിയുടെ പാർട്ടിയെ. അതിനപ്പുറം എങ്ങനെയാണ് ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് ഭിന്നത ഉണ്ടാക്കുക? ഇപ്പം വീണ ജോർജിനെയൊക്കെ കൂട്ടിയതൊക്കെ വർഗീയ പ്രീണനത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. ഇപ്പം എല്ലാം കഴിഞ്ഞ അവസാനം ക്രിസ്ത്യാനികളുടെ കൂട്ടത്തില് കൺവെർട്ടഡ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ക്രിസ്ത്യാനി കൺവേർഷൻ കുറെ കാലമായിട്ട് മെയിൻ സ്ട്രീം മുഖ്യധാര ക്രിസ്ത്യാനികൾ കൺവേർഷന് വേണ്ടി കേരളത്തിലെങ്കിലും പരിശ്രമിക്കുന്നില്ല. അത് പെന്തിക്കോസുകാരാണ്. അപ്പം മതപരിവർത്തനം തൊഴിലാക്കി സ്വീകരിച്ച ഹിന്ദുവിൻ്റെയൊക്കെ വീട്ടിൽ വന്നിട്ട് പാട്ടും പാടി അതും ഇതൊക്കെ പറഞ്ഞ് പ്രലോഭനങ്ങൾ കൊടുത്ത് ആളെ മാറ്റാൻ ശ്രമിക്കുന്നത് പെന്തിക്കോസുകാരാണ്. അങ്ങനെ സമൂഹത്തിൽ സ്പർദ്ധയും ഭിന്നതയും ഉണ്ടാക്കാൻ വേണ്ടി മതപരിവർത്തനത്തിൽ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് പ്രോത്സാഹനമായി അവർക്കൊരു പരിഗണന ഈ പെന്തിക്കോസ് വിഭാഗത്തെ വേറെ ആക്കി കാണിക്കുമ്പം പിണറായി വിജയൻ ചെയ്യുന്നു എന്ന് പറയുമ്പം അത് ഒന്നാമത് മുഖ്യധാര ക്രിസ്ത്യൻ സമൂഹത്തിന് എതിരാണ്. അവരതിനെ എതിർത്തേ തീരൂ. രണ്ടാമത് അത് മതപരിവർത്തനത്തിന്റെ പേരിൽ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുള്ള കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന് എതിരാണ്. മുസ്ലിങ്ങളുടെ നടക്കില്ല. കാരണം ഈ അഭ്യാസം കൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ വെട്ടിയെറിഞ്ഞ് അറബിക്കടലിൽ തള്ളും. അതുകൊണ്ട് കൃത്യമായും പ്രകോപനപരമായ സാഹചര്യം സൃഷ്ടിച്ച് കേരളത്തെ ഒരു ഭ്രാന്താലയമാക്കി വീണ്ടും മാറ്റാൻ വേണ്ടി മതപരിവർത്തനത്തിനും അതുപോലെ തന്നെ പരസ്പര മാത്സര്യത്തിനും വഴിയൊരുക്കാനുള്ള ഏറ്റവും നിന്ദ്യവും നീചവും ജുഗുപ്സാവകവുമായ പ്രവൃത്തിയാണ് പിണറായി ഭരണം അവസാനിക്കുന്നതിന് മുമ്പ് കാട്ടിയ ഈ പ്രത്യേക നടപടി. അതുകൊണ്ട് ഗണേഷ് കുമാറിനും ഗുണം കിട്ടുന്ന കരുതണ്ട. അത് ഇക്കൂട്ടരെ കൺസോൾട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് മറ്റു വിഭാഗങ്ങളും അതുപോലെ തന്നെ ഒന്നിച്ചു കൂടുമെന്നും ഇത്തരം ഭിന്നിപ്പിന്റെ രാഷ്ട്രീയ വോക്കിസത്തെ പരാജയപ്പെടുന്നതിന് അവർ ശ്രദ്ധ കാണുമെന്നും നമുക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമുള്ളവർക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.